السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് 22ാമത്തെ ജുസ് നമ്മൾ പഠിക്കുകയാണ്. പക്ഷേ നമ്മൾ 21ാമത്തെ ജുസിൻ്റെ അവസാനം അവിടെ ഒരു കാര്യം പറയേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് ആദ്യം പറയണം. ഇത് ഖന്തഖ് യുദ്ധത്തെ പറ്റിയിട്ട് ഖന്തഖ് ആ വിഷയം ആണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ 10ാമത്തെ ആയത്തിൽ സൂറത്തുൽ അഹ്സാബ് 10ാമത്തെ ആയത്തിൽ ഇദ് ജാഊകും മിൻ ഫൗഖികും ومن أسفل منكم وإذا زاغت الأبصار وبلغت القلوب الحناجر وتظنون بالله الظنون ഹുനാലിക് അങ്ങനെ തുടർന്നിട്ടുള്ള ആയത്ത്. അവിടെ ഖന്തഖ് യുദ്ധം അല്ലെങ്കിൽ അവരെ സംഭവം ഇത് ശവ്വാൽ 5 എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഹിജറ അനുസരിച്ചിട്ട് അത് ബദ്റിൽ മുശ്രിക്കീങ്ങൾ നേരിട്ട പരാജയത്തിൻ്റെ ഒരു പ്രതികാരമായിട്ടാണ് അവർ ഏകദേശം 15,000 പോരാളികൾ മുശ്രിക്കീങ്ങളെ ആൾക്കാർ ആക്രമിക്കാൻ വന്നു. പക്ഷേ മുസ്ലിമീങ്ങളാണെങ്കിൽ വളരെ തുച്ഛമായ ആൾക്കാർ. അപ്പോൾ പ്രതിരോധിക്കാൻ അവർ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് സൽമാനുൽ ഫാരിസി എന്ന് പറയുന്ന ഫാരിസിക്കാരനായ ഒരു സ്വഹാബി ഒരു പ്ലാന്, ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു വലിയ കിടങ്ങ് കുഴിക്കാൻ, ഒരു എന്താ പറയുക, കുഴിക്കുകയും അത് മുഖേന അള്ളാഹു അവർക്ക് രക്ഷ നൽകുകയും ഒക്കെ ചെയ്യുന്നൊരു സമയം. അത് ആ സമയത്ത് വളരെ ഇമോഷൻ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട് അത്രയും പ്രയാസമുള്ള സമയത്താണ്. കാരണം അവരുടെ മുകളിലും താഴെയും എല്ലായിടത്തും അത്രയും പ്രയാസമുള്ള സമയത്ത് അവിടെ മുഅ്മിനീങ്ങളെ പരീക്ഷിക്കപ്പെട്ട ഒരു സമയമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ യഖൂൽ മുനാഫിഖീങ്ങളെ പറഞ്ഞുണ്ടായിരുന്നു വല്ലദീന ഫീ ഖുലൂബിഹിം മറദ് മാ വഅദന അല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ. അള്ളാഹു അവൻ്റെ ദൂതരും നമ്മൾക്ക് വഞ്ചനയാണ് വാഗ്ദാനം ചെയ്യുന്നത്, നമ്മളിവിടെ പെടാൻ പോവാണ്, നമ്മൾ തോൽവിയാണ് നമുക്ക് എന്ന് അവർ മുനാഫിഖീങ്ങളെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഒരു കാറ്റ് വരികയും അത് മുഖേന വീടുകൾ മറ്റുമൊക്കെ തകരുകയും അത് മുഖേന മുസ്ലിമീങ്ങൾക്ക് മുശ്രിക്കീങ്ങൾ അവർ പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു. ഇതൊരു നല്ലൊരു എന്താണ് മെമ്മോറബിളായിട്ടുള്ള ഒരു ഒരു സാഹചര്യമാണിത്. ഖുർആനിൽ വളരെ മനോഹരമായി ഇത് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വലിയ മാതൃകയുണ്ട്, മനോഹരമായ മാതൃകയുണ്ട് പറയുന്ന ആയത്ത്. നബി തങ്ങൾ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്താൻ മുൽഹിമുൽ ആലം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. അതിൽ പ്രവാചക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ റോളുകൾ പറയുന്നുണ്ട്. നബി തങ്ങൾ ഉപ്പയായി, നബി തങ്ങൾ യോദ്ധാവായി, അതേപോലെ നബി തങ്ങൾ ഭർത്താവായി, അങ്ങനെ ഓരോ റോളുകളെ നബി തങ്ങളുടെ വിശദീകരിക്കുന്ന ഒരു കിതാബ്. 600ഓളം പേജുണ്ട്. പക്ഷെ ഇത് വളരെ മനോഹരമായ റെഫറൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് അറബിയിലാണ് ഉള്ളത്. ഇതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടോ എന്ന് എൻ്റെ അറിവിലില്ല. ഏതായാലും ഇനി 22ാമത്തെ ജുസ്ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 22ാമത്തെ ജുസ്ഇൽ ആദ്യം പ്രവാചക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 21ാമത്തെ ജുസിൻ്റെ അവസാന ഭാഗത്ത് നിന്ന് അത് തുടങ്ങുന്നുണ്ട്. ആ വിഷയം നബി തങ്ങളുടെ ഭാര്യമാർ നബി തങ്ങളോട് ആവശ്യപ്പെടുന്നൊരു സമയം, അതായത് അവർക്ക് ഇൻകം വേണം, അല്ലെങ്കിൽ അവർക്ക് ചെലവിന് കൂടുതൽ വേണം എന്ന് പറയുന്ന ഒരു സാഹചര്യം. അങ്ങനെ ആകുമ്പോൾ അള്ളാഹ് പറയുന്നത് നിങ്ങൾക്ക് ദുനിയാവാണെങ്കിൽ അതങ്ങനെ കിട്ടും, അതല്ല നിങ്ങൾക്ക് ആഖിറയാണ് ആഗ്രഹമെങ്കിൽ നിങ്ങളത് സഹിക്കണം, അങ്ങനെയൊക്കെ പറയുന്ന ഒരു വിഷയം. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദ്നൽ ഹയാത്തദ് ദുനിയ വസീനതഹ ഫതആലൈന ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീല. അതല്ല വഇൻ കുൻതുന്ന തുരിദ്നല്ലാഹ വറസൂല, അള്ളാഹുവും അവൻ്റെ റസൂലാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ
വദ്ദാറുൽ ആഖിറ, ആഖിറമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അദീമ, അവർക്ക് വലിയ കൂലിയുണ്ട് അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ യാ നിസാ അൻ നബി, ഓ പ്രവാചകരുടെ നബിയുടെ പിന്നെ ഭാര്യമാരെ, മൻ യഅതി മിൻകുന്ന ബിഫാഹിഷത്തിൻ മുബയ്യിന യുളാഅഫ് ലഹൽ അദാബു ളിഅഫൈൻ, പ്രവാചകരുടെ ഭാര്യ എന്ന നിലക്ക് അവർക്ക് പാപം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരിൽ നിന്ന് പാപം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇളവുണ്ട് എന്നല്ല ഇവിടെ പറയുന്നത്, അവർക്ക് ഇരട്ടിയാണ്, അവരുടെ ശിക്ഷ ഇരട്ടിയാണ് എന്ന് പറയാണ് ഇവിടെ അല്ലാഹു ഖുർആൻ പറയാണ്. ഇനി പറയുന്നത് അതേപോലെ തന്നെ കൂലി ചെയ്താലും അവർക്ക് ഇരട്ടിയാണ്. അജ്റഹ മർറതൈൻ വമൻ യഖ്നുതു മിൻകുന്ന ലില്ലാഹി വറസൂലിഹി വതഅമൽ സാലിഹൻ നുഅ്തിഹാ അജ്റഹ മർറതൈൻ വഅഅദ്നാ ലഹാ റിസ്ഖൻ കരീമ. പിന്നെ പറയുന്നത് നിങ്ങൾ മറ്റുള്ള പെണ്ണുങ്ങളെ പോലെയല്ല. യാ നിസാ അൻ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. അതേപോലെ പിന്നെ ഇനി പറയുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസുകൾ, അത് നബി തങ്ങളുടെ ഭാര്യമാർക്കും അതുപോലെ മറ്റുള്ള ജനറലി പെണ്ണുങ്ങൾക്കും പറയുന്ന വിഷയമാണ്. വഅഖിംന സ്വലാത വഅതീന സകാത വഅതിഅന അല്ലാഹ വറസൂല ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്തി വയുത്ഹിറകും തത്ഹീറ. പിന്നെ വദ്കുർന മാ യുത്ലാ ഫി ബുയൂതികുന്ന, നിങ്ങളെ വീടുകളിൽ നിങ്ങളെന്ത് തിലാവത്ത് ചെയ്യപ്പെടണം, അവിടെ അള്ളാഹുവിൻ്റെ ഈ ഖുർആനിനെ മറ്റുമൊക്കെ. അതേപോലെ പിന്നെ പറയുന്നൊരു വിഷയം, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒരു പിന്നെ പുരുഷനോടാണ് ഖുർആൻ അഡ്രസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുരുഷനോട് അപ്പം മറ്റു സ്ത്രീയും കൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും കീർത്തിക്കപ്പെടുന്നുണ്ടെങ്കിലും പക്ഷേ ബാഹ്യ അർത്ഥത്തിൽ പുരുഷനോടാണ് പറയുന്നത്. പക്ഷേ ഇവിടെ മുസ്ലിമീന വൽ മുസ്ലിമാത്തി ഇങ്ങനെ എടുത്തെടുത്ത് പറയാണ്. മുസ്ലിമീങ്ങൾ, ഇസ്ലാമുള്ള മുഅ്മിനീങ്ങൾ, ഈമാനുള്ളവർ, പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലനിൽക്കുന്നവർ, ഉറച്ചു നിലനിൽക്കുന്ന ഖാനിതീൻ, അതുപോലെ സ്വാദിഖീൻ, സത്യസന്ധന്മാർ, അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്ന ആൾക്കാർ, ക്ഷമാശീലന്മാർ, സ്വാബിരീന വസ്വാബിറാത്ത്, പിന്നെ വിനയം കാണിക്കുന്ന വിനയാന്വിതരായി ജീവിക്കുന്ന ഖാശഈന അൽ ഖാശഈന ഉൽ ഖാശിആത്ത്, അതുപോലെ മുതസദ്ദിഖീന ധർമ്മം ചെയ്യുന്ന ആൾക്കാർ, വസ്സായിമീന വസ്സായിമാത്ത് നോമ്പെടുക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, അതുപോലെ ചാരിത്രശുദ്ധിയോടെ ജീവിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന് പറയുന്ന ഒരു ആയത്താണ് അത്. 35-ാമത്തെ ആയത്ത് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് സെയ്ദ് എന്നവർ റളിയല്ലാഹു അൻഹു, പിന്നെ സൈനബ് ബിൻത്ത് ജഹ്ഷ് അവരുടെ പിന്നെ കല്യാണം കഴിക്കുകയും മറ്റും അവർ അതിൽ നിന്ന് പിരിയേണ്ട ആവശ്യം വന്നപ്പോൾ പിന്നെ അതിന് ശേഷം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയപ്പെട്ട സൈനബ് എന്നവരെ റളിയല്ലാഹു അൻഹ കല്യാണം കഴിക്കാൻ പറയുകയും ആ കല്യാണം കഴിക്കുകയും മറ്റുമൊക്കെ. പിന്നെ സെയ്ദ് എന്നവരെ പിന്നെ നബി തങ്ങളുടെ മോനായി വിളിക്കപ്പെട്ടിരുന്നു. കാരണം അത് ഒരുപാട് നീണ്ട വിഷയമാണ്. പക്ഷെ അതങ്ങനെയല്ല, അവരങ്ങനെ വിളിക്കരുത്. മകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയീൻ. അവിടെ രണ്ട് വിഷയം അവിടെ സ്ഥാപിക്കുന്നുണ്ട്. ഒന്ന്, അങ്ങനെ നിങ്ങൾ വിളിക്കരുത്, ഒരാളുടെയും ഉപ്പയല്ല നബി മുഹമ്മദ് എന്നവർ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പ്രവാചകനാണ്. അതേപോലെ വഖാതമൻ നബിയീൻ, നബിമാരുടെ അവസാനത്തെ പ്രവാചകനാണ്. ഇനി പ്രവാചകനില്ല. ഇനി വരുന്ന വാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന ആൾക്കാർ അവർ അസാധുവാണ്, അല്ലെങ്കിൽ അവർ പൊള്ളയാണ്. നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകൻ. അവരാണ് നിങ്ങളുടെ ഗൈഡ്. അല്ലെങ്കിൽ ഹുവല്ലദി യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജുക്കും മിനദ്ദുലുമാതി ഇലന്നൂർ വകാന ബിൽ മുഅ്മിനീന റഹീമ. ഇരുട്ടാകുന്ന അന്ധതയിൽ നിന്ന്, അതിൽ നിന്ന് പ്രകാശമാകുന്ന സന്മാർഗത്തേക്ക് കൊണ്ടുവരുന്നത് പ്രവാചകനാണ്. അവരാണ് നിങ്ങളെ നയിക്കുന്നത്. അതേപോലെ പിന്നെ പറയുന്നത് യാ അയ്യുഹൻ നബിയു ഇന്ന അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. നബിയെ നിങ്ങളെ നിയോഗിച്ചത് ഷാഹിദായിട്ടാണ്, അതേപോലെ സന്തോഷവാർത്ത അറിയിക്കുന്ന ആയിട്ടാണ്, മുന്നറിയിപ്പ് നൽകാനായിട്ടാണ്.
പിന്നെ ഒരു വിഷയം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ പറഞ്ഞത് പിന്നെ നബിതങ്ങൾ ഇങ്ങനെ കല്യാണം കഴിക്കുന്നത് അവരുടെ നബിതങ്ങളുടെ അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. അത് നമുക്ക് ഈ വിഷയം വളരെ ആരോപിക്കപ്പെടുന്ന ഒരു വിഷയമാണ് പ്രവാചകർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ നമ്മളത് വളരെ ഡിപ്ലോമാറ്റിക്കായി വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നബിതങ്ങളുടെ ആദ്യത്തെ കല്യാണം 25 വയസ്സിലാണ് ഖദീജ ബീവിയെ കല്യാണം കഴിക്കുമ്പോൾ. അതുപോലെ ഖദീജ ബീവിക്ക് 40 വയസ്സാണ്. അത് ഖദീജ ബീവി മരണപ്പെടുന്നത് വരെ നബിതങ്ങൾ പിന്നെ വേറെ ഒരു കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ്. അതുപോലെ രണ്ടാമത്തെ ഒരു വിഷയം, അതിനുശേഷം നബിതങ്ങൾ 9 കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരാൾ മാത്രമാണ് ആദ്യം അതില്ലെങ്കിൽ ഒരു കന്യക സ്ത്രീ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റ് കല്യാണം കഴിക്കാതെ പുതുതായി കല്യാണം കഴിക്കുന്ന ആയിഷ ബീബി മാത്രമായിരുന്നു. അതുകൂടി നമ്മൾ അത് കൂടെ വായിക്കേണ്ടതുണ്ട്. പിന്നെ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, നബിതങ്ങളുടെ ജീവിതം ഒപ്പിയെടുക്കാൻ പേഴ്സണലായ മറ്റുമൊക്കെ വിഷയങ്ങൾ വളരെ വ്യക്തമായി ഹദീസിലൊക്കെ നമുക്ക് വ്യക്തമാകുന്നത് അത് ഇവർ ഭാര്യമാർ റിപ്പോർട്ട് ചെയ്യുന്നത് മുഖേനമാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അങ്ങനെ 2-3 ആളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അത്രയും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഹാനായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അതാണ് അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു വിഷയം, നബിതങ്ങളുടെ ആ ഒരു സമയത്ത് ഒരു പ്രയാസമുണ്ടായിരുന്നു. അല്ലെങ്കിൽ നബിതങ്ങളുടെ വീട്ടിലേക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ നബിതങ്ങളോട് സംസാരിച്ചിട്ട് ഇങ്ങനെ കുറേ നേരം ഇരിക്കുമായിരുന്നു. അത് മുഖേന നബിതങ്ങളുടെ ഭാര്യമാരുടെ കൂടെ ഭക്ഷണം കഴിക്കാനുള്ള അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഹിജാബ് നിർബന്ധമാവുന്നതിന് മുമ്പാണിത്. അപ്പോൾ ഇത് ഒരു വലിയ പ്രയാസമായിരുന്നു. പക്ഷെ നബിതങ്ങൾ വളരെ മാന്യനാണ്. അത് പറയാൻ നാണക്കേടാണ്. പിന്നെന്താ പറയുക, നബിതങ്ങൾക്ക് വളരെ അതൊരു മോശമായിരുന്നു. നബിതങ്ങളുടെ സ്വഭാവം വളരെ മാന്യതയുടെ രൂപത്തിൽ ഉള്ളത് കൊണ്ട്. പക്ഷെ ശരീഅത്തുമായി ബന്ധപ്പെട്ട് നബിതങ്ങൾ വളരെ വ്യക്തമായി കർശനമായി പറയും. പക്ഷെ ഇത് പേഴ്സണലായ വിഷയമായതുകൊണ്ട് നബിതങ്ങൾ ഇത് പറഞ്ഞില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആയത്ത് തന്നെ ഇവിടെ വരുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, സത്യത്തെ വിശ്വാസികൾ, ലാ തദ്ഖുലൂ ബുയൂതൻ നബി ഇല്ലാ അൻ യുഅ്ദന ലക്കും ഇലാ തുആമിൻ ഗൈറ നാദിരീന ഇനാഹു വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലൂ ഫഇദാ തുഇംതും ഫന്തശിറൂ വലാ മുസ്തഅനിസീന ലിഹദീസ്. നിങ്ങൾ നബിതങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും നിങ്ങളുടെ സംഭവമൊക്കെ കഴിഞ്ഞതിന് പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകണം. അവിടെ നിങ്ങൾ വെറുതെ ഇങ്ങനെ സംസാരിച്ച് സമയം കളയരുത്. ഇന്നദാലിക്കും കാന യുഅ്ദിൻ നബിയ്യ, ഇത് നബിതങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. ഫയസ്തഹീ മിൻകും വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ് വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. ഇതിന് ശേഷമാണ് ഹിജാബ് എന്നുള്ള ഒരു സംഭവം വരുന്നത്, സംഭവത്തിന് ശേഷം. കാരണം അതുവരെ നബിതങ്ങളുടെ ഭാര്യമാരെ അവരൊക്കെ കാണുമായിരുന്നു മറ്റുമൊക്കെ. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തല്ലോ, അതായത് സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ ബീബിയെ ഹിജാബ് നിർബന്ധമായതിന് മുമ്പ് കണ്ടിരുന്നു. ഇതിവിടെ ഹിജാബ് നിർബന്ധമായതിന് ശേഷം പിന്നെന്തില്ല, കാണാൻ പറ്റിയില്ല എന്നാണ് അതാണ് ഇവിടെ പറയുന്നത്. ഇദാ സഅൽതുമൂഹുന്ന, നബിതങ്ങളുടെ ഭാര്യമാരോട് അവരെ നിങ്ങൾ അവരോട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഒരു മറ ഉണ്ട്, അതിന് ശേഷമാണ് ഒരു മറ വേണം എന്നാണ് പറഞ്ഞത്. അതുപോലെ നിങ്ങൾ വമാ കാന ലക്കും അൻ തുഅ്ദൂ റസൂലല്ലാഹി വലാ അൻ തൻകിഹു അസ്വാജഹു മിൻ ബഅദിഹി അബദ, നബിതങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാനാവില്ല നബിതങ്ങൾക്ക് ശേഷവും എന്ന് പറയുന്ന ഒരു ആയത്ത്. പിന്നെ ഒരു വിഷയം, നബിതങ്ങൾ ഒരു സഹാബി ഒരു ദിവസം നബിതങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ നബിതങ്ങൾ വളരെ സന്തോഷത്തിലാണ്. നോർമലി ഉള്ളതിനേക്കാൾ വളരെ കൂടുതൽ സന്തോഷത്തിലാണ്, മുഖം തിളങ്ങുമായിരുന്നു. സഹാബി ചോദിച്ചു, അല്ല നബിയെ എന്താണ് സംഭവം? നബിതങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി, അള്ളാഹുവും അവൻ്റെ മാലാകന്മാരും നബിയുടെ മേൽ, അതായത് പ്രവാചക റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, അതായത് എൻ്റെ പേരിൽ ഒരാൾ സ്വലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പേരിൽ അള്ളാഹു 10 സ്വലാത്ത് പറയും. എന്ന് വെച്ചാൽ അവനക്ക് 10 മഗ്ഫിറത്തും മറ്റുമൊക്കെ കൊടുക്കും. ഇത് നബിതങ്ങളെ സന്തുഷ്ടനായത് നബിതങ്ങളുടെ ഉമ്മത്തിന് ഇത്രയും കൂലി നൽകുന്നുണ്ട് എന്നുള്ളൊരു വിഷയത്തിലാണ്.
പിന്നെ പറയുന്ന നിഖാബിൻ്റെ വിഷയമാണ്. യാ അയ്യുഹൻ നബി ഖുൽ ലി അസ്വാജിക, അത് നബി തങ്ങളുടെ ഭാര്യമാരോടും മറ്റുള്ള ജനറലി മുസ്ലിം സ്ത്രീകളോടുമാണ്. ബനാത്തിക്കോ നിസാഇൽ മുഅ്മിനീന യുദ്രീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവർ സമ്പൂർണ്ണമായും മറയണമെന്നാണ്. പിന്നെ നമ്മൾ സൂറത്തു സബ ആണ്. സബ് എന്ന് പറയുമ്പോൾ അത് യമനിലുള്ള ഒരു പ്ലേസാണ്, ഒരു സ്ഥലമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതിലുള്ള തീം എന്നുള്ളത് അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക എന്നുള്ളൊരു വിഷയമാണ്. ഇതിൽ ദാവൂദ് അലൈഹി ഇസ്ലാമിനും സുലൈമാൻ നബി അലൈഹിസ്സലാം അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ പറ്റിയും, അതേപോലെ അനുഗ്രഹങ്ങൾക്ക് അവർ നൽകുന്ന അവർ ഷാക്കിരീങ്ങളായിരുന്നു, ശുക്ർ ചെയ്യുന്ന ആളായിരുന്നു എന്നും പറയുന്ന ഒരു മെയിൻ വിഷയം ഈ സൂറയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത് പറയുന്നത് നമ്മുടെ ദാവൂദ് അലൈഹി ഇസ്ലാമിന് അവർക്ക്, അതുപോലെ സുലൈമാൻ നബിക്ക് അള്ളാഹു തആല പക്ഷികളുടെ ഭാഷയെ പറ്റിയിട്ട്, അല്ലെങ്കിൽ പക്ഷികൾ സംസാരിക്കുന്നത് മനസ്സിലാക്കി കൊടുത്തിരുന്നു. അതേപോലെ അവിടെ പറയുന്നുണ്ട്, വലഖദ് ആതൈന ദാവൂദ മിന്നാ ഫദ്ലൻ യാ ജിബാലു അവ്വിബി മഅഹു വത്തൈറ വഅലന്നാ ലഹുൽ ഹദീദ്. അതേപോലെ അവിടെ ഈ ദാവൂദ് നബിക്ക് അള്ളാഹു പക്ഷികളുടെ അവരുടെ സംസാരവും അവരുടെ ഭാഷയൊക്കെ മനസ്സിലാക്കി കൊടുത്തിരുന്നു. അതേപോലെ ഈ ദാവൂദ് എന്നവരുടെ വളരെ മനോഹരമായ ശബ്ദമായിരുന്നു. അവരുടെ സബൂർ മറ്റുമൊക്കെ ഓതുമ്പോൾ വളരെ മനോഹരമായിരുന്നു. മറ്റൊരിടത്ത് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്, ഇങ്ങനെ ഓതുമ്പോൾ കൂടെ പക്ഷികളും മറ്റുമൊക്കെ കൂടെ ഓതുമായിരുന്നുവെന്ന്. അതുമാത്രമല്ല, മെഷീനറി വർക്കുകളൊക്കെ വളരെ സിമ്പിളായി അല്ലാഹു തആല അതൊക്കെ അവർക്ക് വളരെ ലോലമാക്കി കൊടുത്തിരുന്നു, ഇരുമ്പുകളെ മറ്റുമൊക്കെ. വലന്നാ ലഹുൽ ഹദീദ്, അതാണ് അവിടെ വിഷയം. പിന്നെ സുലൈമാൻ നബിക്ക് കാറ്റ്, നമ്മളത് ചർച്ച ചെയ്താണ്, കീഴടക്കി കൊടുത്തിരുന്നു. വളരെ വളരെ ഒരു മാറ്റ് പോലെ സുലൈമാൻ നബി അവിടെ ഒരു സുലൈമാന റീഹ വദുവുഹ ഷഹറും വറദാഹുഹ ഷഹർ. അതുപോലെ ഒരു മാസത്തോളം യാത്ര ചെയ്യുന്ന ഒരു യാത്ര വഴി സുലൈമാൻ നബി കുറച്ച് സമയം കൊണ്ട് നമ്മളെന്ത് ചെയ്യുന്നു, സുലൈമാൻ നബി അവിടെ പോയിരുന്നു എന്നാണ്. എന്ന് മാത്രമല്ല, ഉമിനൽ ജിന്നി മൻ യഅമലു ബൈന യദൈഹി ബിഇദ്നി റബ്ബിഹി, ജിന്നുകളെയും മറ്റുമൊക്കെ സുലൈമാൻ നബി കീഴടക്കി കൊടുത്തിരുന്നു അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. നമുക്കറിയാം, സുലൈമാൻ നബിയുടെ ചരിത്രം എടുത്ത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. സുലൈമാൻ നബി ഒരുപാട് മിഹ്റാബുകളെയും ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിച്ചിരുന്നു. യഅമലൂന ലഹു മാ യശാഉ മിൻ മഹാരീബ വതമാസീല വജിഫാനിൻ കൽ ജവാബി വഖുദൂരി റാസിയാത്ത് യഅമലു ആല ദാവൂദ ശുക്ര വഖലീലുൻ മിൻ ഇബാദിയ ശുക്ർ. അപ്പം അങ്ങനെ ദാവൂദ് അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല പക്ഷികളുടെ മറ്റുമൊക്കെ അവരുടെ ഭാഷ മനസ്സിലാക്കി കൊടുത്തിരുന്നു. അതേപോലെ സുലൈമാൻ നബിക്ക് കാറ്റും ജിന്നുകൾക്ക് കീഴടക്കി കൊടുത്തിരുന്നു. സുലൈമാൻ നബിയുടെ മരണം ഇങ്ങനെയായിരുന്നു. അതായത് സുലൈമാൻ നബി ഒരു നൃത്തത്തിൽ ഒരു വടി ഇങ്ങനെ ഊന്നിയിട്ടാണ് സുലൈമാൻ നബി മരണപ്പെട്ടത്. കാരണം പണികൾ നടന്നുകൊണ്ടിരുന്നു വലിയൊരു ബിൽഡിങ്ങിൻ്റെ. ആ ഒരു സമയത്ത് സുലൈമാൻ നബി മരണപ്പെട്ടിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട് എന്ന് ജിന്നുകൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അത് പണി പൂർത്തിയാക്കാണ്ട് പിരിയും. അത് ഇല്ലാതിരിക്കാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അവിടെ നമ്മൾ ആ വിഷയം ചുരുക്കുന്നു. പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പറഞ്ഞ വിഷയം അവിടെ ഖുർആനിൽ പറയുന്നുണ്ട്. 14-ാമത്തെ ആയത്ത്, ഫലമ്മാ ഖദൈനാ അലൈഹിൽ മൗത മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർളി തഅകുലു മിൻ സഅതഹി ഫലമ്മാ ഖറ തബയ്യനത്തിൽ ജിന്നു അൻ ലൗ കാനൂ യഅലമൂനൽ ഗൈബ മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ. അതിനുശേഷം ഈ പറഞ്ഞ സൂറത്ത് ഞാൻ പറഞ്ഞല്ലോ, യമനിലുള്ളൊരു പ്ലേസാണ് സബ. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ ജന്നതാനി അൻ യമീനിൻ വശിമാൽ കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹ്. അവർക്ക് വളരെ നല്ല രീതിയിലുള്ള വലിയ തോട്ടങ്ങളും വളരെ മനോഹരമായൊരു നഗരമായിരുന്നു അവർക്ക് അല്ലാഹു നൽകിയത്. അവരുടെ വലത്തും ഇടയിലും ഇടത്തുഭാഗത്തൊക്കെ വളരെ നല്ല മനോഹരമായ തോട്ടങ്ങളും മറ്റുമൊക്കെ. അവർക്ക് വേണ്ടത് നിങ്ങളെ ഭക്ഷിക്കുക, പക്ഷെ വഷ്കുറൂ ലഹു, അള്ളാഹുവിനെ നിങ്ങൾ ശുക്ർ ചെയ്യണം. ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ, എത്ര മനോഹരമാണ്. അവർക്ക് നല്ല ഒരു നഗരവും അവർക്ക് പാപങ്ങളൊക്കെ പൊറുക്കുന്ന റബ്ബ്. പക്ഷെ ഫഅറദു ഫഅർസൽനാ അലൈഹിം സൈലൽ അരിമി വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈനി ദവാതി ഉക്ലിൻ ഖംതിൻ വഅഫ്ലിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ
ذلك جزيناهم بما كفروا هل نجازي إلا الكفور. അവിടെ പറഞ്ഞത് പക്ഷെ അവർ അള്ളാഹുവിന് ശുക്ർ ചെയ്തില്ല. അത് മുഖേന ഡാമൊക്കെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് അവരെ മൊത്തത്തിൽ അവരെ ഇല്ലാണ്ടാക്കുകയും വളരെ പിന്നെ മുള്ളുകളും മറ്റുമൊക്കെ മാത്രം ബാക്കിയായി അവരുടെ ആ സമൂഹം അവിടെ പിന്നെന്താണ് അവരെ എന്താണ് ഈ പ്രളയം വന്നിട്ട് അവരെ നശിപ്പിച്ചു എന്നാണ്. പിന്നെ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ സൂറത്തിൽ 35-ാമത്തെ ആയത്തിൽ അവിടെ പറയുന്നത് വഖാലു നഹ്നു അക്സറു അംവാലൻ വ ഔലാദൻ വമാ നഹ്നു ബിമുഅദ്ദബീൻ. അവർ പറയുന്നത് നഹ്നു അക്സറു അംവാലൻ വ ഔലാദ, നമ്മൾക്ക് നല്ലോണം സമ്പത്തുണ്ടല്ലോ, നല്ലോണം മക്കളുണ്ടല്ലോ, നമ്മൾ ശിക്ഷിക്കപ്പെടൂല എന്നാണ്. അവർ നിർഭയത്വം അവർക്കുണ്ടായി. അതായത് അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചിലവഴിക്കാൻ പൈസയുണ്ട്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഡീൽ ചെയ്യാൻ മക്കളുണ്ട്, പിന്നെന്താണ് പേടി? പക്ഷേ ഖുൽ ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാ, അള്ളാഹു നബിയെ നിങ്ങൾ പറയണം, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച ആൾക്ക് റിസ്ഖ് നല്ലോണം വിശാലമാക്കി കൊടുക്കും. അതേപോലെ വയഖ്ദിറു, അതിനെ ചുരുക്കി കൊടുക്കുകയും ചെയ്യും. വലാകിൻ അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ ജനങ്ങളിത് മനസ്സിലാക്കുന്നില്ല എന്നാണ്. അതൊക്കെ നമ്മുടെ ജീവിതശൈലി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു വിഷയമാണ്. നല്ലോണം സമ്പത്തുണ്ടായിക്കഴിഞ്ഞാൽ, നല്ലോണം മക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്കൊരു ധൈര്യം വരും. പക്ഷെ അതൊന്നും ശാശ്വതമല്ല, അനശ്വരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്ത സൂറത്തുൽ ഫാത്തിർ എന്നാണ്. അൽഹംദുലില്ലാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ഫാത്തിറിസ് സമാവാതി വൽ അർദി ജാഇലിൽ മലായികതി റസൂലൻ أولي أجنحة مثنى وثلاث ورباع. الحمد لله فاطر السماوات والأرض جاعل الملائكة رسلا أولي أجنحة مثنى. അതായത് അൽഹംദുലില്ലാഹി ഫാത്തിറിസ് സമാവാതി വൽ അർദ്. ഫാത്തിർ എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുന്ന ആളല്ലെങ്കിൽ സൃഷ്ടാവ് എന്നുള്ള അർത്ഥം വരും. ഫാത്തിറിസ് സമാവാതി വൽ അർദി ജാഇലിൽ മലായികതി റുസുലൻ ഉലി അജ്നിഹതി മസ്ന വസുലാസ വറുബ. പിന്നെ അള്ളാഹുവാണ് സ്രഷ്ടാവെന്ന് സൂചിപ്പിക്കുന്ന അള്ളാഹുവാണ് സ്രഷ്ടാവെന്ന് സ്ഥാപിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു മാലാകമാരെ സൃഷ്ടിച്ചു, അവർക്ക് 2 ചിറകുകളും 3 മറ്റും അതിനൊക്കെ കൂടുതലും. അള്ളാഹു ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും അള്ളാഹു കഴിവുള്ളവനാണ്, എല്ലാ സൃഷ്ടിക്കും. പിന്നൊരു വിഷയം അള്ളാഹു നൽകുന്ന വാഗ്ദാനങ്ങൾ, സ്വർഗം നരകം മറ്റുമൊക്കെ. യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്, അത് സത്യമാണ്, അത് വിശ്വസിക്കൂ. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, കണ്ണ് ചിമ്മിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് മനോഹരമാണെന്ന് തോന്നുന്ന ദുനിയാവ് അത് വഞ്ചനയാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ശൈത്താൻ നിങ്ങൾക്ക് ശത്രുവാണ്, നിങ്ങളുടെ ശത്രുവാണ്. യാസീനിൽ പറയുന്നുണ്ട് ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, വ്യക്തമായ ശത്രുവാണ്, നിങ്ങളെ സന്മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന ആളാണ്. ഇന്ന ശൈത്താന ലക്കും അദുവ്വും, അതുകൊണ്ട് ഫത്തഖിദു അദു, അതിനെ നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണുക. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, പരാജിതരിൽ പെടാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ കൂട്ടാളികൾ ശ്രമിക്കുന്നത്, അവർ വിളിക്കുന്നത്. ഇന്നൊരു വിഷയം പറയുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ആൾക്കാരെ പറ്റിയാണ്, അള്ളാഹുവിനെ അറിയുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഈ ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്താണ് ഈ സയൻസ് പഠിക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ. അത് കാരണം ഈ ആലിമീങ്ങളെന്ന് പറയുന്നത് അവർക്ക് എല്ലാ അറിവുള്ളവർ. ഈ ഖുർആൻ ഈ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം ആലിം എന്ന് പറയുമ്പോൾ ആലിം ആരാണെന്ന് ചോദിച്ചാൽ ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് പറയുന്ന അവിടെ ഈ ആയത്തിൽ 27 പിന്നെ 28 ആയത്തിൽ പറയുന്നുണ്ട്. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ്നാ ബിഹി സമറാത്ത് മുഖ്തലിഫുൻ അൽവാനുഹാ വമിനൽ ജിബാലി ജുദദുൻ ബീദുൻ വഹുംറുൻ മുഖ്തലിഫുൻ അൽവാനുഹാ. പർവ്വതങ്ങൾ, മൗണ്ടൈൻസ്, ഇത് വ്യത്യസ്ത നിറങ്ങളിലുമായിട്ട് കളേഴ്സുകളിൽ ഇതുണ്ടാവും. അതുപോലെ ഫലങ്ങളും മറ്റുമൊക്കെ. ഒമിനന്നാസി വദ്ദവാബി, മൃഗങ്ങൾ, പിന്നെ അൻആമുകൾ, മുഖ്തലിഫുൻ അൽവാനുഹു, അതൊക്കെ വ്യത്യസ്ത നിറങ്ങളാണ്. അതിനെപ്പറ്റി പഠിക്കണമെന്നാണ്. പഠിച്ച ആളാണ് ഈ ഇവിടെ പറഞ്ഞ ബയോളജി,
പിന്നെ എന്താ പറയുക, ഈ ഫിസിസ്റ്റ്, അനോട്ടമി, ബോട്ടണി ഇതൊക്കെ പഠിക്കണമെന്നാണ്. സസ്യങ്ങളെ പറ്റിയും മനുഷ്യൻ്റെ ശരീരങ്ങളെ പറ്റിയും ആന്തരികമായ ഒരു പാർട്സുകളെ പറ്റിയും പിന്നെ കല്ലുകളെ പറ്റിയും പർവ്വതങ്ങളെ പറ്റിയും എല്ലാത്തിനും അറിയുന്ന ആളാണ് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ. ഉലമാക്കളാണ്, അവരാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആൾക്കാർ. അവർ പറയും, വാവ് എന്തൊരു മനോഹരമാണിത്, അവർ പഠിക്കും, അറിയും. അങ്ങനെ ഇത്ര ആൾക്കാരാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. അതാ പറഞ്ഞത്. അതിന് തുടർന്ന് പിന്നെ 44-ാമത്തെ ആയത്തിലൂടെ പറയുന്ന മുമ്പ് പറഞ്ഞതാണ്, യാത്ര ചെയ്യണം, യാത്ര ചെയ്ത് പഠിക്കണം വിഷയങ്ങൾ. അപ്പോൾ വളരെ ക്ലാരിറ്റി ഉണ്ടാവും. തെളിഞ്ഞ വെള്ളം പോലെ, അല്ലെങ്കിൽ ഈ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സ് അത് ഒഴുകുന്ന നദി പോലെ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവലം യസീറൂ ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുന്നില്ലേ, എന്നിട്ട് ഫയന്ദുറു, എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കൂ, ചിന്തിക്കൂ, കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബ്ലിഹിം, മുൻകഴിഞ്ഞ സമൂഹങ്ങളുടെ അവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു. കാന അശദ്ദ മിൻഹും ഖുവ്വ, നിങ്ങളെക്കാൾ എത്രയോ ശക്തിയുള്ള ആൾക്കാരായിരുന്നല്ലോ. പാറകളൊക്കെ തുരയുന്ന അവർക്ക് കഴിവുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ പഠിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ആയത്തുകൾ. നമ്മൾ യാത്ര ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. ആ വിഷയം നമ്മളവിടെ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് സൂറത്ത് യാസീനാണ്. പക്ഷെ നമ്മൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നാളെ ചർച്ച ചെയ്യാം. 23-ാമത്തെ ജുസുയിൽ ഈ സൂറ യാസീൻ എന്ന് പറയും. യാസീൻ എന്നതിൻ്റെ മുഖത്താത്തിൻ്റെ ഹർഫുകളാണ്, പക്ഷേ നബി തങ്ങളുടെ പേരുമാണ് യാസീൻ എന്ന് പറയുന്നത്. ഇന്നക ലമിനൽ മുർസലീൻ വൽ ഖുർആനിൽ ഹക്കീം, ഇന്നക ലമിനൽ മുർസലീൻ, നബിയെ നിങ്ങൾ നിശ്ചയമായും നിങ്ങൾ മുർസലീങ്ങളിൽപ്പെട്ട ആൾക്കാരാണ്, നിങ്ങൾ ദൂതന്മാരിൽപ്പെട്ട ആൾക്കാരാണ്. ഈ യാസീൻ എന്ന് പറയുന്നത് എല്ലാത്തിനും മനുഷ്യന് ഹൃദയമുണ്ടല്ലോ, അപ്പോൾ ഖുർആനിൻ്റെ ഹൃദയം സൂറ യാസീൻ എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളിത് വിശദമായി ചർച്ച ചെയ്യാം. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. اللهم اجعل علمنا نافعا، اللهم انصر اخواننا في فلسطين، اللهم اجعل شهر رمضان شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا، اللهم اعتق رقابنا ورقاب آبائنا من الدين والمظالم والنار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، تب علينا إنك أنت التواب الرحيم. آمين. والسلام عليكم ورحمة الله وبركاته.